ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഒരു ബീഡിൻ്റെ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബീഡ് വാങ്ങിയിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര വെറൈറ്റി കമ്മലുണ്ടാക്കുക എന്നുള്ളൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വീട് വാങ്ങി ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എന്നോട് അത് വിട്ടുപോയി കേട്ടോ, സത്യം പറഞ്ഞാൽ മറന്നുപോയി, അങ്ങനെ ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു ഇതിനെപ്പറ്റി ചോദിച്ചിട്ട്, ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും കമൻറ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം, റിവ്യൂ എന്ന രീതി റിവ്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ബീഡ് കണ്ടോ, ഈ ബീഡിൽ കണ്ടോ ഒരു ബബിൾസ് പോലെ വന്ന് കിടക്കുന്നത് കണ്ടോ. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്ക് യെസ് കണ്ടോ കേട്ടോ. ഈ ഒരു ബീഡിൻ്റെ ഒക്കെ ഒരു ബബിൾസ് വന്നതുപോലെ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബീഡിൽ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഒരു ബബിൾസ് വന്നതുപോലെ. പിന്നെ ഇതിന് ഒരു ഈർപ്പം തട്ടുന്നുണ്ട്, നനവ് വരുന്നുണ്ട്. കണ്ടോ, ഈ ബബിൾസ് പോലെ എന്താ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ മേലത്തെ കോട്ടിങ് പൊങ്ങി വരുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ഇവിടെ വെക്കട്ടെ കേട്ടോ. അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മെറ്റീരിയലൊക്കെ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരുമിച്ച് പാകി. ഈ ബീഡ് അതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, വേറൊരു ബീഡാണ്. ഇതാണ്. പിന്നെ ഇതാ ചെറിയ മുത്ത് ഡള്ളായിപ്പോയി. പിന്നെ ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതേപോലെ ഇതാ ഈ ഗീർ വയറൊക്കെ ഈ ഒരു ഈർപ്പം തട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വേറെ മുത്തിനൊന്നും യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറായി വന്നിട്ടില്ല, അത് എനിക്ക് ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷേ മുത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കണ്ടോ, ഞാൻ ഇവിടെ ഒരു നനവ് കാണിച്ചു തരാം. വെള്ളത്തിൽ വെച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് ബോക്സിൽ കവർ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനെ മഴവെള്ളം തട്ടാനുള്ള സാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, എൻ്റെ കയ്യിൽ നനവ് വരുന്നത് കണ്ടോ. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ പണി കിട്ടും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സെയിൽ ചെയ്തത് ഒരു 8 കമ്മൽ 8 മാലയും സെയിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കമ്മൽ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. അതിന് ശേഷമാണ് ഞാൻ ഈ ചലഞ്ചിൻ്റെ വീഡിയോ നിർത്തിയതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും നല്ല സങ്കടം വന്നു കേട്ടോ. നമുക്കൊരു ഓർഡർ കിട്ടിയിട്ട് നമ്മളത് ചെയ്തിട്ട് അത് ഫ്ലോപ്പായി വരിക എന്ന് പറഞ്ഞാൽ അവരെൻ്റെ പൈസ തന്നിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഗമ്മിട്ട് ഒട്ടിക്കാത്തത് കൊണ്ടല്ല, ഇതിൻ്റെ മേലത്തെ കോട്ടിങ് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. കണ്ടോ, അതുകൊണ്ടാണ് ഒട്ടി നിൽക്കാത്തത്. നമ്മളിപ്പോൾ എത്ര ഗമ്മിട്ട് ഒട്ടിച്ചാലും ഈ ഒരു കോട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഈ കോട്ടിങ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒട്ടിക്കുകയാണെങ്കിൽ ഇത് അവിടെ നിൽക്കും കേട്ടോ. ഞാൻ ഇതിങ്ങനെ പൊട്ടി വീണതിന് ശേഷം മാറ്റം പിന്നെയും ഒട്ടിക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോട്ടിങ് അത്ര പെർഫെക്റ്റായിട്ട് എന്താ പറയുക, പെട്ടെന്നിങ്ങ് പൊട്ടി വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടോ, ഈ ഈർപ്പം വന്നിട്ട് ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറായി കണ്ടോ. എൻ്റെ കയ്യിൽ വെള്ളം വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു മുത്തിൻ്റെ. പിന്നെ ഇതിൽ എന്താ ഈർപ്പം വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആലോചിച്ചു എന്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മഴവെള്ളം തട്ടുന്നിടത്തോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്തും വെക്കുന്നില്ല. നല്ല രീതിക്കെല്ലാം നമ്മൾ ജ്വല്ലറി മെറ്റീരിയൽസും വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്ത ആളും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഈർപ്പം വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോയെന്ന് വെച്ചിട്ട്. സത്യം പറയാലോ, എനിക്കറിയില്ല കേട്ടോ. ഞാനും ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്.
അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റായി സംഭവം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് ഞാൻ കൊടുത്ത പ്രോഡക്റ്റിൽ ഡാമേജ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്രയും സന്തോഷത്തോടെ, പിന്നെ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മളവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യില്ല. അപ്പോൾ അത്രയും സന്തോഷത്തോടെ ഞാൻ ശരിക്കും നല്ല രീതിക്ക് ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തത്. പക്ഷേങ്കിൽ എന്തോ അവർ കാതിൽ കമ്മലിട്ടു. അതൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഡാൻസോ അങ്ങനെ എന്തിനോ വേണ്ടിയിട്ടാണ്, ഒരു അമ്മമാരുടെ ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർ കമ്മൽ കാതിലിട്ടു. പിന്നെ അത് ആ ബാക്കിൽ ഇത് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഇത് പൊട്ടി ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആളതും ഇങ്ങ് പോകുന്നു. എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വേണ്ട, എന്തോ ഒരു ഫോൾട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് കണ്ടോ, ഇങ്ങനെ വന്നാൽ പിന്നെ എങ്ങനെ അതവിടെ നിൽക്കുക. ഞാൻ ബീഡിനെ കുറ്റപ്പറയുന്നൊന്നുമില്ല കേട്ടോ. ഇത് വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എന്താ പറയുക, ഹാങ് ചെയ്യുന്ന കമ്മൽ പോലും ഞാൻ വിചാരിച്ചു ഹാങ് ചെയ്യുന്ന കമ്മൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് കണ്ടോ, കളറൊക്കെ ഡള്ളായി പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതും അതേ ബബിൾസിൻ്റെ പ്രശ്നം വന്നു. ഈ ഒരു ഈർപ്പം തട്ടിയെടുത്ത് അതിൻ്റെ ഒരു ഗിയർ വയർ പോയി. പിന്നെ ഈ ലോക്ക് ചെയ്യുന്ന ഇത് കണ്ടോ, ആ ഈർപ്പം തട്ടുന്ന സ്ഥലത്തൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങുക. അപ്പോൾ അവർ ക്വാളിറ്റി കുറവുള്ളത് അവിടെ വെക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ബീഡാണ് പണി തന്നെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ബീഡ്സ് യൂസ് ചെയ്തിട്ട്, ഈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് കമ്മലുണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ബീഡ്, മീഷോന്ന് വാങ്ങിയ ഈ ഒരു ബീഡിൻ്റെ റിവ്യൂ കേട്ടോ. ഞാൻ വാങ്ങണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരു ദിവസം യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം അതങ്ങ് പോകുമ്പോൾ നല്ലൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ആ ഒരു 8 ആൾക്ക് കമ്മലുണ്ടാക്കി കൊടുത്തു. അത് അങ്ങനെയായി. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി, അതൊന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടി. നമ്മൾ പ്രോഡക്റ്റ് ഡാമേജ് ആവുന്നെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് സെയിൽ ചെയ്യുമ്പോൾ. ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷേ അത് അത്രയും സങ്കടം വന്നുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മൈൻഡൊക്കെ ഒന്ന് ഡൗണായി. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ തോന്നിയില്ല, ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഇനി വേണമെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ മോഡൽ ഉണ്ടാക്കാം എന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. പക്ഷേങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൈൻ്റെ എല്ലാം അവസ്ഥ കണ്ടോ, ഈ മുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്നതാണ് ഇതൊക്കെ. കൈയൊക്കെ ഇത് മാതിരി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങണമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങണ്ട എന്നാണ്. നമ്മളിപ്പം വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണെങ്കിൽ പോലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ്ടേ. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾക്ക് യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ കെട്ടി മോഡൽ റെഡി സെറ്റ് അതങ്ങ് കളയുക, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് തന്നെ അത് ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കില്ലേ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്താണെന്നറിയില്ല, കിളി പോയി കിടക്കുന്നത് എൻ്റെ അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. എന്തായാലും ആ ഒരു കമൻറ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനിത് എങ്ങനെ കണ്ടു, ആ ഒരു പ്രശ്നം ഇതും വന്നു. അപ്പോൾ പിന്നെ ആകെ ഡൗണായി കിടക്കാം. എന്നിട്ടും ഞാൻ ഇതിൻ്റെ റിവ്യൂ കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ വീഡിയോ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ കരുതി എന്തായാലും ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, ഒരു വണ്ടി പോകുന്നു. ഓക്കെ, എന്താ പറഞ്ഞത്, സോറി, ഒരു വണ്ടി പോയപ്പോൾ ഞാൻ പോസ് ചെയ്തു.
ഓക്കെ, ഇനി വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു മീഷോ ഓൺലൈനിൽ വാങ്ങണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏതെങ്കിലും നല്ലൊരു സൈറ്റോ അല്ലെങ്കിൽ നല്ല ബീഡ്സ് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങാലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇപ്പം ഞാൻ വാങ്ങുന്നത് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. അതാവുമ്പോൾ അതിന് ഡാമേജൊന്നും വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ക്രിസ്റ്റൽ ബീഡ് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ മുഴുവൻ പറഞ്ഞോ എന്നറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ എന്നും അറിയില്ല. എന്താ പറയുക, ഒരു ചെറിയൊരു കിളി പോയ ഇതിലുള്ളത്. ഈ ബീഡ് കണ്ടപ്പോൾ തന്നെ മനസ്സ് പിന്നെയും അശോ എൻ്റെ കസ്റ്റമറെ വിഷമിപ്പിച്ചു എന്നുള്ളൊരിത് വന്നു കേട്ടോ. ഇതൊക്കെ നോക്ക്, ഫുള്ള് ബബിൾസ് വന്നേ. ഇതെടുത്തിട്ട് എന്തുണ്ടാക്കാനാണ് എനിക്കറിയില്ല. അത് എടുത്തിട്ട് വീണ്ടും വേറെ മോഡൽ കമ്മലുണ്ടാക്കിയിട്ട് ഒരിക്കൽ പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യാനാ? എനിക്ക് എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും അതിൽ ഈ ഒരു ഇഷ്യൂ വരില്ലേ? ഇത് കളറ് ഡിമ്മാവുന്നുണ്ട്. ഇതൊക്കെ കളറൊക്കെ പോയി കേട്ടോ, ഒട്ടുമിക്ക കളറൊക്കെ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മുത്തിൻ്റെ എനിക്ക് വന്ന അനുഭവമാണ്. ഞാൻ എല്ലാ കിട്ടുന്ന മുത്തും ഇതേപോലെയാണെന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കിട്ടിയ മുത്തിൻ്റെ, ഞാൻ വാങ്ങിയ മുത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക വാങ്ങണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.